ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുക മാത്രമല്ല, നിൻ്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലാറ്റിനെയും എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് തരുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, നിൻ്റെ കളപ്പുരയും നീ തൊടുന്ന എല്ലാറ്റിനെയും എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കും. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശമായി ഈ പകലിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തനങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നിൻ്റെ കളപ്പുരകളും നീ തൊടുന്ന എല്ലാറ്റിനും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും. എത്ര ബ്ലെസ്സഡ് ആയിട്ടുള്ള, എത്ര പ്രോസ്പെറസ് ആയിട്ടുള്ള വാക്കുകളല്ലേ! ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു പ്രൊഫറ്റിക്കൽ ദൂതാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. ഞാൻ എപ്പോഴും ആ പദം പറയാറില്ല. ദൈവം എന്നോട് ഒരു പ്രവചന ദൂത് പോലെ കൈമാറുമ്പോഴേ ഞാൻ പറയാറുള്ളൂ. പകൽക്കാലം വിശ്വസിക്ക്, ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക്, ഒരു പ്രവാചക ആത്മാവിൽ ഞാൻ ഈ ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. പൗലൂസ് പറയുന്നത് പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ബ്ലെസ്സിങ്ങുകളെ കൊണ്ടുവരും. പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നൊരു ദേശമുണ്ട്, ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു ദേശം. ജീവിതത്തിൻ്റെ സായം സന്ധ്യകൾക്കകത്ത് വിവിധ രാജ്യങ്ങളിരുന്നായിരിക്കാം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. ഒരു പക്ഷേ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ ഇരുന്നായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ എവിടെ ഇരുന്ന് ഈ ശബ്ദം കേട്ടാലും ഹൃദയത്തിനകത്ത് ഒരു പ്രാർത്ഥന ഉയരണം. കർത്താവേ, നീ എന്നെക്കുറിച്ച് കണ്ട ദേശം, നീ എനിക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ആ ദേശം, അല്ലെങ്കിൽ നീ എനിക്ക് തന്ന ദേശം ഇതാണോ? ഇല്ല എങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ആ ദേശത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം. പ്രിയരെ, ദൈവജനത്തിൻ്റെ ബ്ലെസ്സിങ്സ് അത് ദൈവം ഒരുക്കുന്ന ദേശവുമായിട്ട് കണക്റ്റഡാണ്. നമ്മൾ പലപ്പോഴും അത് ഗ്രഹിക്കാറില്ല, നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല, നമ്മളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നിടത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് വിടുതൽ നടക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പ്രോമിസ് നിറവേറണം, വാഗ്ദത്ത നിവർത്തി നമ്മൾ ഇഷ്ടപ്പെടുന്നിടത്ത് സംഭവിക്കണമെന്നാണ്. പക്ഷേ അബ്രഹാം ഒരിക്കലും കൽദയ പട്ടണമായ ഊരിൽ ഇരിക്കുന്നിടത്തോളം കാലം അബ്രഹാമിൻ്റെ മേൽ വാഗ്ദത്തം നിവർത്തിക്കില്ല. വാഗ്ദത്തത്തിൻ്റെ ഇസഹാക്ക് ജനിക്കില്ല. വചനം പറയുന്നു, ഫിലിപ്പോസ് ഒരിക്കലും യെരൂശലേമിൽ ഇരിക്കുന്നിടത്തോളം കാലം അവൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കത്തില്ല. യോസേഫ് ഒരിക്കലും ശേഖേമിലോ അവൻ്റെ അപ്പൻ്റെ വീട്ടിലോ ആയിരിക്കുന്നിടത്തോളം കാലം അവൻ കണ്ട സ്വപ്നം നിവർത്തിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വാഗ്ദത്ത നിവർത്തിക്ക്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ഉയർച്ചയ്ക്ക് ദൈവം ഒരു ദേശമൊരുക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് ആ ദൂത് ഗ്രഹിക്കുന്നു എന്നറിയത്തില്ല. പലപ്പോഴും നമ്മുടെ പരാജയം ദൈവമാക്കിയെടുത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. ആ ദേശത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല. ആ ദേശത്തിലാണ് ദൈവം വച്ചിരിക്കുന്ന പ്രൊവിഷനുകളുള്ളത്. ആ ദേശത്തിലാണ് പാലും തേനും ഒഴുകുന്ന നന്മകളുള്ളത്. ആ ദേശത്തിലാണ്
നമ്മുടെ തലമുറകളെപ്പോലും ദൈവിക കരുതൽ അനുഭവിക്കത്തക്ക നിലവാരത്തിലുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഭണ്ഡാരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവിടെ എത്തുന്നില്ല. നമ്മുടെ ആഗ്രഹം നമ്മൾ ചിന്തിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്നാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ലെന്ന് ഞാൻ പറയില്ല. കരഞ്ഞാൽ എൻ്റെ ദൈവം ഇറങ്ങി വരത്തില്ലെന്ന് ഞാൻ പറയില്ല. അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. മനസ്സ് തകർന്ന് ആര് പ്രാർത്ഥിച്ചാലും അവരുടെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങി വരും. അവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. പക്ഷേ ദൈവം വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വാഗ്ദത്തം നമുക്ക് നിവർത്തിക്കാൻ കഴിയില്ല, നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പഴിച്ച് ജീവിക്കേണ്ട അവസ്ഥകൾ വരും. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവം പറയുക, ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് തരുന്ന ദേശത്ത് ഞാൻ നിനക്ക് അനുഗ്രഹിക്കും. ദൈവം ഓൾറെഡി ഒരു ദേശം തന്നിട്ടുണ്ട്. ദൈവത്തോട് ചോദിക്കണം. ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിലിരുന്നാണ് കൈമാറുന്നത്. കർത്താവേ, ഈ ദേശമാണോ ദൈവം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നത്? ഇല്ലെങ്കിൽ അമ്മേ എന്നെ നീ അവിടത്തേക്ക് എത്തിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയ ദേശമേതാണ്, ഭവനമേതാണ്, രാജ്യമേതാണ്? ഞാൻ പറഞ്ഞത് വന്നത് എല്ലാവരും കൂടെ കാനഡയ്ക്ക് പോകാനല്ല, എല്ലാവരും അയർലൻഡിൽ പോകാനല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അങ്ങനെ ഒരു ചിന്താഗതി വരും. ഇല്ല, അങ്ങനെയല്ല. ദൈവമോ ഒരുക്കിയൊരു ദേശമുണ്ട്, ദൈവം ഒരുക്കിയൊരു ഭവനമുണ്ട്. അവിടെയാണ് നമ്മുടെ ബ്ലെസ്സിങ്സ് എല്ലാം മറഞ്ഞു കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പോസ് മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത 7 പേരിൽ ഒരുവനായിരുന്നു. സാധാരണ ശുശ്രൂഷക്കാരൻ, മേശമേലുള്ള ശുശ്രൂഷ ചെയ്യുന്നവൻ. എടുത്തു പറയാനൊന്നുമില്ല, വലിയ മിനിസ്ട്രി ഒന്നുമില്ല. പക്ഷെ വചനം പറയുന്നു, സഭ ചിതറി, പീഡ വർദ്ധിച്ചു. യെരൂശലേമിൽ നിന്ന് സഭ ചിതറി. ഫിലിപ്പോസോ ശമരിയ പട്ടണത്തിലെത്തി. ശമരിയയിൽ ഫിലിപ്പോസ് എത്തിയപ്പോഴാണ് ശമരിയയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ മേശമേൽ ശുശ്രൂഷിച്ചപ്പോൾ വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ ശമരിയയിൽ കാലെടുത്ത് വച്ചതും സംഭവിക്കാൻ തുടങ്ങി. മന്ത്രവാദികൾ പോലും ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തത്തക്ക നിലവാരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരാൽ പോലും ചെയ്തെടുക്കാൻ കഴിയാത്ത ശ്രേഷ്ഠമേറിയ ശുശ്രൂഷകൾ മേശമേൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഷണ്ണനെ സ്നാനപ്പെടുത്താനിടയായി. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. വൈറ്റ് ഹാപ്പൻ? അവൻ എത്തേണ്ടടുത്തെത്തി. യോസഫേ, നീ ശേക്കേമിലെ പൊട്ടക്കിണറിലല്ലേ കിടന്നേ? നിന്റെ വസ്ത്രം സഹോദരന്മാർ വലിച്ചു കീറിയില്ലേ? കാട്ടുമൃഗം ഭക്ഷിച്ചു, നിന്നെ കൊന്നുകളഞ്ഞു എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി നാട്ടുമൃഗത്തിൻ്റെ രക്തം അടയാളമാക്കി നിന്റെ അങ്കിയുമായി, കീറിപ്പറഞ്ഞ അങ്കിയുമായി നിന്റെ അപ്പൻ്റെ അടുക്കൽ തെളിവ് സഹിതം നിരത്തിയില്ലേ? വിവസ്ത്രനായി മിദ്യാനെ കച്ചവടക്കാരുടെ മുൻപിൽ 20 വെള്ളിക്കാശ് അവർ എണ്ണി വാങ്ങിയില്ലേ? ഇതെല്ലാം സംഭവിച്ചില്ലേ? എന്നിട്ടും നീ എന്തേ കുലുങ്ങാത്തേ? നീ എന്തേ തകർന്നെന്നോണ്ട് നിലവിളി വിളിക്കാത്തേ? യോസേഫിനറിയാം, എനിക്ക് ദൈവം ഒരുക്കുന്നൊരു ദേശമുണ്ട്. അവിടെ എത്തിയാലേ എൻ്റെ വാഗ്ദത്ത നിവർത്തി സംഭവിക്കൂ. ദൈവം പറഞ്ഞ പ്രോമിസ് എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ ശേക്കേമിൽ കിടന്നാൽ പറ്റില്ല, ഞാൻ മിസ്രൈമിലെത്തിയേ പറ്റൂ. അതിനുവേണ്ടി ആ സഹോദരന്മാരെ എനിക്കെതിരെ തിരിച്ചത്. അതിനുവേണ്ടിയാണ് ആ സമയത്ത് മിദ്യാനിയെ കച്ചവടക്കാരെ കൊണ്ടുവന്നത്. അതിനുവേണ്ടിയാ ദൈവം എനിക്കൊരു അടിമച്ചന്തയൊരുക്കിയത്. അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യാത്ത തെറ്റിന്
പോത്തീഫറിന്റെ കുടുംബത്തിനകത്ത്, ഭവനത്തിനകത്തുനിന്ന് വേദന സംഭവിച്ചതിന് കാരണമെന്ത്? ഞാൻ എത്തേണ്ട ദേശത്ത് എന്നെ എത്തിക്കാം. ഈ പകൽക്കാലം ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനയില്ലേ? ഇന്നലകളിൽ നീ അനുഭവിച്ച ഞെരുക്കമില്ലേ? ആരോടും പറയാൻ കഴിയാതെ വാവൊട്ടി നിലവിളിക്കുന്ന ഏതൊക്കെ ജീവിതത്തിൻ്റെ താഴ്വരകളില്ലേ? ഏതൊക്കെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളില്ലേ? അവിടെയൊക്കെ നീ വിശ്വസിച്ചോണം, നിനക്കൊരു ദേശം ഒരുങ്ങുന്നുണ്ട്. ആ ദേശത്ത് നീ എത്തണം. ദൈവം നിനക്ക് വേണ്ടി തരുന്ന ദേശത്ത് നീ എത്തണം. നിത്യതയുണ്ട്, നിത്യതയുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം നാട്. അതുമാത്രമല്ല, ഈ ഭൂമിയിൽ ദൈവം വച്ചിരിക്കുന്ന ചില ശുശ്രൂഷകൾ നിനക്ക് ചെയ്ത് തീർക്കണ്ടേ? ദൈവം വച്ചിരിക്കുന്ന ചില വാഗ്ദത്ത നിവർത്തികൾ നിനക്ക് ചെയ്യണ്ടേ? നിന്നിലൂടെ ദൈവരാജ്യത്തെ പണിയണ്ടേ? അങ്ങെത്തുന്നതിന് മുമ്പ് ചിലരെ കൂടെ ദൈവകൃപയിൽ ആനയിക്കണ്ടേ? അങ്ങെത്തുന്നതിന് മുമ്പ് അനേക മിഷണറിമാരെ എഴുന്നേൽപ്പിക്കണ്ടേ? അങ്ങെത്തുന്നതിന് മുമ്പ് അനേക സഭകൾ സ്ഥാപിക്കണ്ടേ? അങ്ങെത്തുന്നതിന് മുമ്പ് അർഹതയില്ലാത്ത രീതിയിൽ ചിലരെയൊക്കെ കരം പിടിച്ചൊന്ന് ഉയർത്തണ്ടേ? അവിടെ എത്തുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസ് ഇവിടെ വെളിപ്പെടാൻ നീ എത്തേണ്ട ചില ദേശമുണ്ട്. നീ കണ്ടുമുട്ടേണ്ട ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിനുവേണ്ടി ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം. ഈ പകൽക്കാലം അതുപോലൊരു നിയോഗം ചിലരുടെ മേൽ ചലിക്കും. ഭാവി സംബന്ധമായി, ഉപജീവന സംബന്ധമായി, ബിസിനസ് സംബന്ധമായി ചിലതിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ എൻ്റെ ദൈവം ചിലതിനെ വഴിതിരിക്കും. പ്രിയരെ, യോസേഫ് മിസ്രൈമിലെത്തിയപ്പോൾ, എത്തേണ്ടടുത്തെത്തിയപ്പോൾ വചനം പറയുന്നു, ജോസഫ് ബിൽഡ് ദി സ്റ്റോർ ഹൗസസ്. അവൻ ഭണ്ണകശാലകളെ പണിതു, ഭണ്ണകശാലകളെ തുറന്നു. ഭണ്ണകശാലകൾ മുഴുവനും ധാന്യം കൊണ്ട് നിറഞ്ഞു. എവിടെ? എത്തേണ്ടടുത്തെത്തിയപ്പോൾ സമൃദ്ധി വെളിപ്പെടാൻ തുടങ്ങി. പകൽക്കാലം ഞാൻ ആ ദൂത് നിങ്ങളുടെ കൂടാരത്തിനകത്ത് അയക്കുക. ചിലരെത്തേണ്ടടുത്തെത്തിട്ട് ലഭിക്കേണ്ട വിദ്യാഭ്യാസം ലഭിക്കട്ടെ, ലഭിക്കേണ്ട മാന്യത ലഭിക്കട്ടെ, ലഭിക്കേണ്ട ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ഇതുവരെ കാണാത്ത വലിയ കൊയ്ത്തുകൾ, ഭണ്ണകശാലകൾ പോലും നിറയത്തക്ക നിലവാരത്തിൽ. അവിടെ കൊണ്ട് തീരുന്നില്ല. വചനം പറയുന്നു, യോസേഫ് അളന്നു തുടങ്ങി. അളക്കാൻ കഴിയാത്ത വണ്ണം ധാന്യങ്ങൾ കൊണ്ട് അത്രത്തോളം വർദ്ധിച്ചതുകൊണ്ട് അളവ് നിർത്തിവെച്ചു. പ്രിയരെ, യോസേഫ് അളന്നു, അളക്കാൻ കഴിയാത്ത വണ്ണം വർദ്ധിച്ചതുകൊണ്ട് അളവ് നിർത്തി. അർത്ഥം, യോസേഫ് എത്തേണ്ടടുത്ത് എത്തിയപ്പോൾ അവൻ്റെ ഭണ്ണകശാലകൾ അളവില്ലാതെ നിറഞ്ഞു. അവൻ്റെ കളപ്പുരകൾ അളവില്ലാതെ നിറഞ്ഞു. കുഞ്ഞേ, ഇന്നത്തെ നിൻ്റെ അവസ്ഥ നീ ചിന്തിക്കേണ്ട കേട്ടോ. ഒരു ചെറ്റപ്പുരയിലായിരിക്കാം നീ കിടക്കുന്നേ. ചോർന്നൊലിക്കുന്ന വീട്ടിലായിരിക്കാം കിടക്കുന്നേ. ഒരു നല്ല വെളിച്ചത്തിലിരുന്ന് പഠിക്കാൻ പോലും ഒരു അവസ്ഥ നിനക്കില്ലായിരിക്കാം. നല്ല വസ്ത്രം ധരിക്കാനോ, നല്ല ആഹാരം കഴിക്കാനോ, നല്ല പാർപ്പിടത്തിലൊന്ന് കിടന്നുറങ്ങാനോ ഉള്ള അവസ്ഥ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നിനക്കില്ലായിരിക്കാം. ഇന്ന് വേദനയും കണ്ണുനീരും മാത്രമാണ്. ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോഴും ആരെൻ്റെ ഫീസ് അടയ്ക്കും, ആരെനിക്ക് വേണ്ടി കരുതും, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അപ്പനെയും അമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് പുലർത്താമായിരുന്നു, അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്ത് പറ്റൂ ദൈവദാസനെ എന്ന് വായ് വിട്ട് നിലവിളിക്കുന്ന അവസ്ഥകളായിരിക്കാം. പക്ഷേ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ എൻ്റെ ദൈവം പൊളിക്കും. മാളകളിൽ എൻ്റെ ദൈവം നിന്നെ എത്തിക്കേണ്ട ദേശത്തെത്തിക്കും. നിർത്തേണ്ട ഇടത്ത് ദൈവം നിർത്തും. അന്ന് നീ പറയും, ഇന്നലകളുടെ കണ്ണുനീരിനെ തുളച്ച് എൻ്റെ ദൈവം ഈ പകൽക്കാലം എന്നെ കൊണ്ട് നിർത്തിയെടുത്ത് എന്നെ അളവില്ലാതെ അനുഗ്രഹിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ കളപ്പുരകൾ നിറയും. നീ തൊടുന്ന എല്ലാറ്റിനും എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കും. വിശ്വസിക്കുക, നീ തൊടുന്നതെല്ലാം അനുഗ്രഹമാണ്. നീ തൊടുന്ന ബിസിനസ് അനുഗ്രഹമാണ്.
നീ പോകുന്ന ഭാവി അനുഗ്രഹമാവും. നീ സ്റ്റെപ്പ് വയ്ക്കുന്ന കുടുംബജീവിതം അനുഗ്രഹമാവും. നീ സ്റ്റെപ്പ് വയ്ക്കുന്ന ദേശം കർത്താവിന് വേണ്ടി പിടിച്ചെടുക്കാൻ ദൈവദാസനെ നിനക്കെൻ്റെ ദൈവം കൃപ നൽകും. ദൈവം കൃപ നൽകും. എൻ്റെ ദൈവം നിനക്ക് കൃപ നൽകും. ആരാ പറഞ്ഞ നീ തകരുമെന്ന്? നീ പറ, എൻ്റെ കളപ്പുരകൾ നിറയുന്നൊരു കാലമുണ്ട്. ഞാൻ തൊടുന്ന എല്ലാം ആമേ അനുഗ്രഹമാകുന്നൊരു കാലമുണ്ട്. ഷാബാരാധല എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കുന്നൊരു സീസൺ എനിക്ക് വേണ്ടി തുറക്കും. സ്വർഗമേ, ഈ നിമിഷം ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചില ജീവിതങ്ങൾക്കകത്ത് ഈ വചനം ലിറ്ററലി വെളിപ്പെടട്ടെ. അമ്മേൻ അങ്ങ് അയക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് കാണിപ്പാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് അപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ നീ അയക്കണേ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഒരുക്കിയത്, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി നീ ഒരുക്കിയത്, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി നീ ഒരുക്കിയത്, ഈ നിമിഷം എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയ ആ ദേശത്ത് നീ ഞങ്ങളെ അയക്കണേ. അവിടെ ഞങ്ങളെത്തിയാൽ ഞങ്ങളുടെ കളപ്പുരകൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ തൊടുന്ന എല്ലാത്തിനും നീ അനുഗ്രഹം കൽപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നിമിഷം ഈ വചനം ഞാൻ റിലീസ് ചെയ്യുക. അത് ഫലമാകാതെ മടങ്ങി വരുന്നത്. ഈ വചനം ആഴമായി സ്വീകരിക്കുന്ന മേൽ ലിറ്ററലി ഈ പകൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ അങ്ങനെ കൽപ്പിക്കുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, ദൈവം തരുന്ന ദേശത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചാൽ നിൻ്റെ കളപ്പുരകൾ നിറയും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹമായി മാറും. ഗോഡ് ബ്ലസ് യു. പ്രഭാതത്തിൽ ദൈവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉറപ്പായി നിശ്ചയമായി വിളിക്കണം. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. വീണ്ടും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾ അതിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഞങ്ങൾ മിസ് ചെയ്യാറില്ല. ഉറപ്പായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഈ പകൽക്കാലം എല്ലാ പകലും ദൈവിക സന്ദേശം ഇതുപോലെ നിങ്ങൾ കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരുടെ വേദനകളെയും ദൈവം തുടയ്ക്കട്ടെ, നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ.